നമുക്ക് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടിയിട്ട് തുടങ്ങാം. മഹനീയ നമസുലിവേ, മഹനീയ നമസുലിവേ, മന്നിഞ്ചി ഗൈകൊനവേ, മഹനീയ നമസുലിവേ, മന്നിഞ്ചി ഗൈകൊനവേ, മഹനീയ നമസുലിവേ, മന്നിഞ്ചി ഗൈകൊനവേ, മഹനീയ നമസുലിവേ. ഇത് ഞങ്ങളുടെ ഗുരുജി ബാലമുരളീകൃഷ്ണ സാറിൻ്റെ സുമുഖം എന്ന് ഉള്ളൊരു രാഗത്തിലുള്ള വളരെ ഗണപതിയെ കുറിച്ചുള്ളതാണ്. രണ്ടുപേരുടെയും ഗുരു അദ്ദേഹമാണ്. ഞങ്ങൾ ആദ്യം പഠിച്ചിരുന്നത്, എൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് ഞങ്ങൾ 5 പേരാണ് നമ്മൾ വീട്ടിലെ. അപ്പോൾ ഗുരുവിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ കുറേ കഥകൾ വരും. ഞങ്ങൾ 5 പേരാണ്. ഞാൻ ഇളയ കുട്ടിയാണ്. അപ്പം തിരുവിഴ സുരേന്ദ്രനാഥ് സാറ് ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് അദ്ദേഹം വീട്ടിൽ വന്ന്. എൻ്റെ ചേച്ചിമാർ എല്ലാവരും മ്യൂസിക് ടീച്ചേഴ്സാണ്. ചേട്ടൻ വയലിൻ ലെക്ചറാണ്. അപ്പോൾ പഠിപ്പിക്കാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് 5 പേരെന്ന് പറയുമ്പോൾ 3 സിസ്റ്ററും ഒരു ബ്രദറും പിന്നെ ഞാനും. ഞാൻ 5ാമത്തെ എന്താ പറയണേ ചെല്ലക്കുട്ടിയാണ്. അപ്പോൾ സാറ് പഠിപ്പിക്കാൻ വരുമ്പോൾ അങ്ങനെ തിരുവിഴ സുരേന്ദ്രനാഥ് സാർ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു ഇതുണ്ടായി വയ്യായിക. അപ്പം ഗോവിന്ദൻ നമ്പൂതിരി സാർ, TN ഗോവിന്ദൻ നമ്പൂതിരി സാറിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ മക്കളും പഠിക്കേണ്ടായി. ഞങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത് TN ഗോവിന്ദൻ നമ്പൂതിരി സാറിൻ്റെ അടുത്ത് സ്കൂളിലുള്ള കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ജോലി കിട്ടിപ്പോയപ്പം പഠിപ്പിക്കാൻ വരാൻ പറ്റാതായിപ്പോയി. അങ്ങനെ ഞാൻ B ശശികുമാർ സാറ്, അവിടുന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് ആകാശവാണിയിലുള്ള B ശശികുമാർ സാറ് സാറിൻ്റെ അടുത്ത് എൻ്റെ അച്ഛനും അമ്മയും അവിടുന്ന് ഇവിടെ ഞങ്ങൾ 4-5 ദിവസം തങ്ങി. എൻ്റെ ചേട്ടൻ്റെയും ഗുരുവാണ് ശശികുമാർ സാറ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്നു. അതൊരു വലിയൊരു ചേഞ്ചായിരുന്നു അത്. പിന്നെ MA ആയപ്പോഴത്തേക്കും മോഹനേന്ദ്രൻ സാറിൻ്റെ അടുത്ത് കുറച്ച് നാൾ പഠിക്കുകയുണ്ടായി. അതിനൊക്കെ ഒരു റീസൺ ഉണ്ടായിരുന്നു എന്ന് പിന്നെ പറയാതെ എന്ന് ഒരു കാരണം ഉണ്ടായി. ഞാൻ പക്ഷേ ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ അച്ഛൻ മാറിവനസ് കോളേജിലെ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു, റിട്ടയർഡായി, പ്രൊഫസർ കല്യാണസുന്ദരം. അമ്മ ശാരദ കല്യാണസുന്ദരം. സംഗീതത്തിൽ കുഞ്ഞുനാൾ മുതൽ ഞാൻ ഇന്നും ഓർക്കുന്നു, ഡെയിലി രാവിലെ 10 മണി മുതൽ 1 മണി വരെ വീട്ടിലിരുന്ന് തമ്പുരും വീട്ടിൽ പാടുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങി. ലേറ്റർ പ്രൊഫസർ നെയ്യാറ്റിൻകര മോഹനചന്ദ്രൻ സാറിൻ്റെ അടുത്താണ് ഞാനൊരു പ്രൊഫഷണൽ സിംഗർ ലെവലിലേക്ക് ഉയരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ചെന്നൈയിൽ ഡോക്ടർ ബാലമുരളീകൃഷ്ണ അദ്ദേഹത്തിൻ്റെ അടുത്ത് സമ്മർ വെക്കേഷൻസ് ടൈമിൽ അവിടെ പോയി പഠിക്കുമായിരുന്നു. എൻ്റെ അമ്മാവൻ്റെ കൂടെ താമസിച്ച് ഞാൻ ഡെയിലി അവിടെ പോയി പഠിക്കുമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അത് ഒരുമിച്ച് ഞാനും ഇപ്പം ഞങ്ങൾ 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ തൊട്ട് ഗുരുജിയുടെ അടുത്താണ്. ഗുരുജി ഇങ്ങനെ സംഗീത ഗുരു മാത്രമല്ല, ഒരു ആത്മീയ ഗുരുവും കൂടെയാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു പൂർണ്ണമായ ഒരു ഗുരുജിയാണ്. കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ എത്ര പേരുണ്ട്? എനിക്ക് ഒരു എൽഡർ ബ്രദറുണ്ട്. നൗ ഹി ഈസ് ഇൻ US സോഫ്റ്റ്വെയർ ഇതിലാണ്. സിസ്റ്റർ പുള്ളി മൃദംഗമൊക്കെ വായിക്കുമായിരുന്നു. ഇവിടെ സ്കൂൾ കോളേജ് തലത്തിലൊക്കെ പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ലേറ്റർ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ? 2 പേര് മാത്രമേ ഉള്ളൂ. സ്വദേശം ശരിക്കും ബിന്നിയുടെ എവിടെ? തൊടുപുഴ. വളരെ പ്രകൃതി ഭംഗിയുള്ള വലിയൊരു സിറ്റി എന്നൊക്കെ ഞങ്ങൾ പറയും ഞങ്ങളുടെ സന്തോഷത്തിന്. പക്ഷേ നേരത്തെ ബിന്നി പറഞ്ഞല്ലോ, ബീച്ചൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ഇതിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു അതിനൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ? നിവേദനം കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുക. താമസിയാതെ ഒരു എയർപോർട്ട് ഒക്കെ വരാമല്ലോ. പിന്നെ അത് എത്ര ഷൂട്ടിംഗ് അവിടെ നടക്കണേ ചേച്ചി? തൊടുപുഴ എയർപോർട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചുകൂടെ എളുപ്പമായിട്ട് വരാൻ ബീച്ചിൽ എല്ലും കൂടെ വരും.
ബ്ലീച്ച് ആവും എന്നുള്ളതാണ്. ഞാനിപ്പോൾ എല്ലാവരും എവിടെയാ നാട് എവിടെയാകുമ്പോൾ ഞാൻ തൊടുപുഴ എന്ന് പറഞ്ഞ് പിന്നെ അതൊരു ഗ്രാമം പോലെയല്ലേ എങ്ങനെ പറയും. അപ്പൊ എനിക്ക് അവരോടൊക്കെ ഭയങ്കര ദേഷ്യം വരും. നിങ്ങൾ എന്ത് വിചാരിച്ച് എന്ന് ഞാൻ ബിന്നിയെ കുറിച്ച് കേട്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് പാലക്കാട്ടുകാരിയായിരിക്കും. ആണോ? അങ്ങനെ വിചാരിച്ചു. എന്തോ എനിക്ക് അങ്ങനെ തോന്നി. പാലക്കാട് ബ്രാഹ്മൺ ആയിരിക്കാം എന്നിങ്ങനെ വിചാരിച്ചു. തിരിഞ്ഞ ആണോ? നിങ്ങളാണോ? ബ്രാഹ്മൺ. ഞാൻ പാലക്കാടല്ല, തിരുവനന്തപുരം. തമിഴ് അയ്യരാണ്, ഞാൻ നായരാണ്. പക്ഷെ ഒത്തിരി പേര് ഞങ്ങളെ തിരിച്ച് ആണ് ഒത്തിരി പേര് ചോദിക്കുന്നത് ബിന്നി അയ്യരും അങ്ങനെ ചോദിക്കാറുണ്ട് ഒത്തിരി. ബിന്നി അയ്യർ അല്ല, എനിക്ക് വീട്ടിൽ വിളിക്കുന്ന പേര് ബിന്നി എന്നൊരു പേര് വരുന്നുണ്ട്. എൻ്റെ ചേച്ചി, അതൊക്കെ വലിയ കഥയാണ്. അപ്പം ഞാൻ എൻ്റെ കൊച്ചിലെയുള്ള എൻ്റെ പേര് ശരിക്കും സംഗീത എന്നായിരുന്നു. 5 വയസ്സ് വരെ സംഗീത എന്നായിരുന്നു വീട്ടിലിട്ട പേര്. എൻ്റെ വീടിൻ്റെ പേരും സംഗീത ഭവൻ. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛന് എന്ത് തോന്നിയെന്നറിയില്ല. അന്ന് ഈ ബിന്നി സിലിക്സ്, ബിന്നി ചപ്പൽസ് അതെല്ലാം ഇപ്പോഴും ഉണ്ട്. എല്ലാം ഇറങ്ങി ഭയങ്കര ഒരു പേര് നിൽക്കണ ഒരു കാലമാണ്. അപ്പൊ അച്ഛൻ വിചാരിച്ചു സൂട്ടൊക്കെ ഉണ്ട്. എന്തിന് തമിഴ്നാട്ടിൽ 3 റോഡുണ്ട്, ബിന്നി റോഡ്. ഓ ശരി. അച്ഛൻ അങ്ങനെ തോന്നി ബിന്നിന്ന് പേരിടാൻ. ബിന്നിന്ന് അതെന്താണെന്ന് ഞാനപ്പം എനിക്ക് കൊച്ചായതുകൊണ്ടൊന്നും തോന്നിയില്ല. ബി കൂട്ടി വേറെ എ കൂട്ടിയൊക്കെ പേരിടാൻ. അതായത് സ്കൂളിൽ ഇപ്പൊ സംഗീത വരുമ്പോ എസ് ലാസ്റ്റ് ആയി ചിലപ്പോ അതായിരിക്കും. ഏന്ന് കൂട്ടി അഭിരാമിന്നോ അന്നപൂർണിന്നോ എന്ത് വേണേലൊക്കെ ഇടാലോ. ബി കൂട്ടി ഭാവനന്നോ. പക്ഷെ ബിന്നിന്നൊരു പേരിട്ടു. പക്ഷെ അത് ഇപ്പൊ ആണ് അതിന് ബിന്നിന്ന് അധികം പേരില്ല. അതുകൊണ്ട് ബിന്നി എന്ന് പറയുമ്പം എല്ലാവരും എന്നെ, എസ്പെഷ്യലി തമിഴ്നാട്ടിൽ എന്നെ ആലോചിക്കാറുണ്ട്. പിന്നെ വിഷമം വരണത് ഞങ്ങളുടെ സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തൊരു വലിയ ഒരു വീട്ടിലെ ഒരു നായ്ക്കുട്ടിക്ക് എൻ്റെ പേരുണ്ട്. അതാണൊരു അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂലേ? ഡെയിലി ആ നായ്ക്കുട്ടിയെ കൊണ്ട് സഞ്ചാരം ഈവനിങ് വരുന്നേ. അപ്പൊ പക്ഷെ എനിക്ക് പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ബിന്നിയുടെ അതിനൊരു അനിയനുണ്ട്, അതിൻ്റെ പേര് ധോണിന്ന്. അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഒരാളെ വലിയ ആളുടെ പേരാണല്ലോ ധോണി. അപ്പൊ അങ്ങനെ ബിന്നിയും ധോണിയുമായിട്ട് അപ്പൊ അതൊക്കെ എല്ലാരും അപ്പൊ ഇങ്ങനെ ബിന്നി വരണമെന്ന് അപ്പോ നമുക്കൊരു വിഷമമൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല, അതൊക്കെ ഒരു രസം.